അപ്പോൾ ഗൈസ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് ഗൈസ് നമ്മൾ മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഡേ 1. ഓക്കെ ഗൈസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒപ്പിക്കണം ഗൈസ്. ഗ്രാനിക്കും ഗ്രാൻഡ് പാക്കും ഉള്ള വടയും ചായയും എല്ലാം കൊടുക്കണം ഗൈസ്. ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റൺ ഗണ്ണ് വേണം ഗൈസ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഗൈസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഗൈസ് നമുക്ക് ആദ്യം നോക്കാം ഗൈസ്. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും കാണും ഗൈസ്. ഇവിടെ ഒരു തേങ്ങയും ഇല്ല ഗൈസ്. നമുക്ക് അവിടെ പോയി ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗ്രാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗ്രാനിയും ഗ്രാൻഡ് പാനും വേണ്ടി. ഓക്കെ ഗൈസ്, അപ്പൂപ്പ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. അവളെ കാണുന്നില്ലല്ലോ ഗൈസ്. തള്ള ഇവിടെ ഉണ്ട്. അയ്യോ, ഇപ്പോൾ പണി കിട്ടിയെങ്കിൽ ഇപ്പോൾ പാലും വെള്ളത്തിൽ കിട്ടിയെങ്കിൽ ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ മുകളിലോട്ട് പോകണം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? മുകളിലോട്ടാണ് ചാൻസ് കൂടുതൽ ഗൈസ്. മുകളിലാണ് ഗൈസ് എപ്പോഴും നമുക്ക് സ്റ്റൺ ഗൺ കിട്ടുന്നത് ഗൈസ്. ഇവിടെ നമുക്കൊരു മെഡോറിനുള്ള ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് അതിന് ചുറ്റും ഒരു സ്റ്റീലിൻ്റെ ഒരു കവറിങ് ഉണ്ട് ഗൈസ്. അത് റിമൂവ് ചെയ്യാൻ ഗൈസ് നമുക്കത് വേണം ഗൈസ്. ഇവിടെ എന്തുണ്ടെന്ന് അറിയത്തില്ല ഗൈസ്. പിന്നെ അവിടെ നമുക്കൊരു ഡക്ക് ടാബ് കിട്ടിയിരുന്നു ഗൈസ്. അത് നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പിനാണ് ആവശ്യമുള്ളത്. ഓക്കെ സ്റ്റൺ ഗൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ പരിപ്പോടെയും ചായയും എല്ലാം കൊടുക്കാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡോർ ഹാൻഡിൽ ഗൈസ്. പിന്നെ ഗൈസ്, നമുക്ക് ഇലക്ട്രിസിറ്റി കളയാൻ വേണ്ടി നമ്മുടെ കട്ടിംഗ് പ്ലെയർ വേണം. നമുക്കൊരു ക്രൗ ബാറും കൂടെ മതി ഗൈസ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. പാഡ്ലോക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ അപ്പൂപ്പൻ തലക്കടിച്ച് നമ്മളെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗണ്ണ് എടുത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്നൊരു വ്രഞ്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് നമ്മുടെ കൊച്ചുമോൻ്റെ അടുത്താണ് ഗൈസ് ആവശ്യമുള്ളത്. അവിടെ നടുക്കൊരു വെള്ളമുണ്ട് ഗൈസ്, അത് കളയാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പൂപ്പൻ കിടന്ന് ഉറങ്ങണം ഗൈസ്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഉറങ്ങുന്നവരെ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തലെന്ന് പറയാൻ വന്നതായിരുന്നു ഗൈസ്. നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ തലക്കടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അവർ ആക്ട് ചെയ്തായിരുന്നു ഗൈസ് എന്നെ കൊല്ലാൻ വേണ്ടി. ഇതോ പോണ് കളകളവൻ. ഇങ്ങനെ തലയ്ക്ക് 2 ബോൾട്ട് ശരിയാക്കാറുണ്ട് ഗൈസ്. ഇത് വെച്ച് ബോൾട്ട് അല്ല, ഒരു നട്ട് ഗൈസ്. നമ്മളോട് ഷോർട്ട് ഗണ്ണിൻ്റെ സ്ഥലം ഓണാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ബുദ്ധിയില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും തേങ്ങയുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഓയിലല്ല, ഗ്യാസ് ഉണ്ട്. നമുക്കത് ആവശ്യമില്ല ഗൈസ്. ഫ്യുവലാണ് ഗൈസ്. അതൊന്നീ നമ്മുടെ ഹെലികോപ്റ്ററിനും കാറില്ല ഗൈസ്, ബോട്ട് എസ്കേപ്പിനും ആവശ്യം ഗൈസ്. നമ്മളത് ടൈറ്റ് കുറച്ചിട്ടുണ്ട് ഗൈസ്. തള്ള വന്നിട്ടുണ്ട് ഗൈസ്. ആരാടാവേ അവിടെ സൗണ്ട് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ഗൈസ്. തള്ളേ അങ്ങോട്ട്. 2 പേർക്കുള്ള വടയും ചായയും എല്ലാം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ നമുക്ക് സെക്യൂരിറ്റി കീ അങ്ങോട്ട് എടുക്കാം ഗൈസ്. എന്നിട്ട് ഗൈസ് നമുക്ക് മുകളിൽ പോയി എല്ലാ ഡ്രോയറും തുറന്നു നോക്കാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഗൈസ്, ഇവിടെ ക്യാമറയാണ് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഇവിടെ ഒരു തേങ്ങയും ഇല്ല ഗൈസ്. താക്കോലിന് നമുക്ക് ആവശ്യമില്ല ഗൈസ്. നമുക്ക് നേരെ ആ സ്റ്റൺ ഗണ്ണ് അവിടെ ആവശ്യമുണ്ട് ഗൈസ്. നമ്മൾ ഡോർ എസ്കേപ്പിന് നമുക്ക് പിന്നെ 2-3 സാധനം ആവശ്യമുണ്ട് ഗൈസ്. ഇവിടെ എൻ്റെ സ്റ്റൺ ഗൺ ഒളിപ്പിച്ചിട്ടിരിക്കുകയാണ് കളവൻ. ഓക്കെ ഗൈസ്, നമ്മുടെ സ്റ്റൺ ഗണ്ണ് നമുക്ക് സക്സസ്ഫുള്ളി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് എവിടെയാണ് വയ്ക്കാൻ, എന്തിനാണ് ഇത് കയ്യിലെടുത്തതെന്നൊന്നും ആരും ചോദിക്കില്ല ഗൈസ്. എനിക്ക് മറന്നു ഗൈസ്. ഇതിങ്ങോട്ട് തട്ടിയിടാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, അത് തട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ്, എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഗൈസ്, ഇവിടെ കട്ടിംഗ് പ്ലെയർ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ വെറും ക്രോ ബാർ നമുക്ക് കിട്ടിയാൽ മതി ഗൈസ്. നമുക്കിവിടെ നിന്ന് നാട് കടക്കാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നമ്മുടെ ലേഡറിലോട്ട് വെച്ച് മണ്ടേ കയറുന്നുണ്ട്. അതിലോട്ട് കയറുന്നുണ്ട്. ഇവിടുത്തെ ഇപ്പം ഞാൻ താഴെ വന്നു. ഓക്കെ, നമുക്കിവിടെ കട്ടിംഗ് പ്ലെയർ ആവശ്യമുണ്ട് ഗൈസ്. അതിനാണ് ഗൈസ് ഞാൻ താഴെ വന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ കട്ടിംഗ് പ്ലെയർ എടുത്ത് അവിടെ നേരെ പോകണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്തൊരു തേങ്ങയും ഇല്ല ഗൈസ്. ഈ തള്ളകയും അപ്പൂപ്പന് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് നിറച്ച് വെച്ചൂടെ കള്ളം. ഓക്കെ ഗൈസ്, ഇവിടെ ഹെലികോപ്റ്റർ മാനുവലാണ് ഗൈസ്. ആർക്കും ആവശ്യമില്ലാത്തൊരു സാധനം.
ഓക്കെ നമ്മളിവിടെ സ്റ്റൺ ഗണ്ണ് ഇവിടെ ഉപയോഗിക്കുന്ന ഇത്തിരി കട്ടിയാണ് ഗൈസ്. അഥവാ അത് ഓക്കെ അഥവാ ഇത് തുറന്നില്ലെങ്കിൽ ഗൈസ് പിന്നെ നമുക്ക് പണി കിട്ടും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. നമുക്ക് ഇവിടെ പിന്നെ കട്ടിംഗ് പ്ലെയർ ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് വരാം. കട്ടിംഗ് പ്ലെയർ നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ വരുന്നുണ്ട് ഗൈസ്. പെട്ടിയാണ് ഇത്, RIP പെട്ടി ഗൈസ്. ഗൈസ് ഇതൊന്നും മറ്റേ ആ കൊച്ചുമോൻ്റെ സ്ലെൻഡറിന്നേരെ ഭർത്താവല്ലേ ഗൈസ്? ഇതിങ്ങേരല്ലേ തന്നെ ഗൈസ്? ഇത് അങ്ങേര് തന്നെയാണ് ഗൈസ്. ഹെലികോപ്റ്റർ ചെയ്യുക. എനിക്ക് വല്ല ക്രൗബാറും താടോ. നമുക്ക് ആവശ്യമുള്ള സാധനം ഒന്നും തന്നില്ല ഗൈസ്. നമുക്കിത് കൊണ്ട് താഴെ ഇടാം ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്റ്റൺ ഗണ്ണും പിടിച്ചിട്ടുണ്ട്. ഓക്കെ പുള്ളി അപ്പൂപ്പം വരുന്നുണ്ട് ഗൈസ്. ബാക്കിൽ നിന്ന് ഗ്രാനി ഉണ്ട് ഗൈസ്. 2 പേർക്കുള്ള വടയും കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് 2 പേർക്കും കൊടുത്ത സ്ഥിതിക്ക് ഗൈസ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം തപ്പാം ഗൈസ്. ഗൈസ് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഗൈസ്? നമുക്ക് അതിൻ്റെ താഴെ വയ്ക്കാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് കറക്കിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇപ്പോൾ മുകളിലത്തെ അത് തുറന്നിട്ടുണ്ടാവാണ്ടാണ്. യെസ് ഗൈസ് അത് തുറന്നിട്ടുണ്ട് ഗൈസ്. കണ്ട ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ആ സ്റ്റീലിൻ്റെ കവറിങ് ഗൈസ്. എന്തൊക്കെയാണ് ക്രോബാർ ഗൈസ്. നമുക്ക് പാഡ്ലോക്ക് ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ക്രോബാറും പാഡ്ലോക്കിയും വേണം ഗൈസ്. പറഞ്ഞല്ലേ ആ മോൻ്റെ അടുത്ത് എന്താണ് ഗൈസ്, പേരക്കുട്ടിയുടെ അടുത്ത് എന്താണെന്ന് നമുക്ക് പോയി നോക്കണം ഗൈസ്. കൊച്ചുമോൻ്റെ എന്താണ് ഗൈസ് നമുക്ക് പോയി നോക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ അപ്പോൾ കൊച്ചുമോനുള്ള വട കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതെടുത്തിട്ട് ഈ തോക്കൊണ്ട് ഗൈസ് നമുക്ക് അപ്പുറത്തിടാം ഗൈസ്. അതിന് മുമ്പ് ഇവിടെ എന്താണ് തേങ്ങി? യെസ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് 2 സാധനമുണ്ട് ഗൈസ്. 2 പെട്ടി തുറക്കാനുണ്ട് ഗൈസ് നമുക്ക് ക്രോബാർ വെച്ച് ഗൈസ്. അപ്പം അതിന് ആ പെട്ടി എവിടെയെന്ന് എനിക്കറിയാം ഗൈസ്. അത് തുറക്കുമ്പോൾ മിക്കവാറും നമുക്ക് പാഡ്ലോക്ക് കിട്ടും ഗൈസ്. എങ്കിൽ ഗൈസ് നമുക്ക് സക്സസ്ഫുള്ളി രക്ഷപ്പെടാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് പോയി നമുക്ക് നമ്മുടെ ഡോറിലോട്ട് ഓരോ സാധനങ്ങളായിട്ട് വച്ചു തുടങ്ങാം ഗൈസ്. അപ്പൂപ്പം ഗൈസ് ഒന്നുമില്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുത്തിയല്ലേ ഗൈസ്. നമുക്ക് 2 പേർക്കും കൂടെ വട കൊടുത്തിട്ട് പോകാം ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വട്ടം എന്നെ പിടിച്ചു ഗൈസ്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ ഇവിടുത്തെ വേസ്റ്റ് തട്ടിയിട്ട ഗ്രാനി ഇപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ഇറങ്ങി വരും ഗൈസ്. ഗ്രാനിയമ്മച്ചി ഗൈസ് അൻസറിന് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അൻസറിന് ഇത്തിരി കൂടിപ്പോയതിൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ എവിടെയോ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിൽ കിടന്നിട്ടുണ്ട് ഗൈസ്. ഇതെടുത്തിട്ട് ഗൈസ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതുവരെ കണ്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഷെയർ ചെയ്യ് ഗൈസ്. ഗൈസ് നമ്മൾ നമ്മുടെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് ഗൈസ്. അപ്പൂപ്പനും അമ്മൂമ്മയും കാണുന്നില്ലല്ലോ. യെസ് ഗൈസ് ഇതാ നമ്മൾ വന്ന വണ്ടിയും കിടപ്പുണ്ട് ഗൈസ് ഇവിടെ. അപ്പൂപ്പനും അമ്മയും നോക്കിയിരിക്കുകയാണ് ഈ സമയം എവിടെ പോയത് ഗൈസ്. വേറെ ഗെയിംസൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.